ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയുടെ അച്ഛനെയും അമ്മയെയും പരിഹസിക്കുകയാണ് സുരഭി. തുടർന്ന് വസുന്ധര എന്തോ പറയാൻ പോകുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ടമ്മേ, ഞാൻ പറയാം. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഇതെന്റെ അനിയൻ അപ്പു എന്ന് പറഞ്ഞ് അവരെ മൂന്നുപേരെയും സുരഭിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശ്യാമ. സോറി ശ്യാമേ, എനിക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടാ കേട്ടോ. നല്ല ചൂട്, അകത്തേക്ക് ഇരിക്കാൻ മോളെ എന്ന് സുരഭി പറയുമ്പോൾ ഐശ്വര്യ സുരഭിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറുമ്പോൾ അമൃത ശ്യാമയോട് പറയുകയാണ്, ഐശ്വര്യയുടെ അമ്മയ്ക്ക് പഴയ സ്വഭാവമൊന്നും ഇതുവരെ മാറിയിട്ടേയില്ല. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അതെ, ഐശ്വര്യയുടെ അമ്മയല്ലേ, അപ്പോ ഒരു പടി എന്തിനും മുന്നിലേ നിൽക്കൂ. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് അമൃതയും ശ്യാമയും. തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ സുരഭി വസുന്ധരയോട് പറയുകയാണ്, ദേ, ഈ 2 പെട്ടി സാധനങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എൻ്റെ മോൾക്ക് വേണ്ടി കുറച്ച് ഗോൾഡ് കോസ്മെറ്റിക്സ്, പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കുറച്ചേറെ സാധനങ്ങളും. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ശരിക്കും എൻ്റെ മമ്മിയെ ഓർത്തിട്ട് എനിക്ക് അഭിമാനമാ തോന്നുന്നത്. തുടർന്ന് ശ്യാമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം കാണിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ്, ദേ മമ്മി, അത് കണ്ടോ, എന്നെപ്പോലെ ഗർഭിണിയായ ശ്യാമയ്ക്ക് വേണ്ടി അവളുടെ വീട്ടുകാർ കൊണ്ടുവന്ന പലഹാരങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. തുടർന്ന് അതിലേക്കൊന്ന് പുച്ഛത്തോടെ നോക്കുകയാണ് സുരഭിയും ഐശ്വര്യയും. അല്ല, ചക്രം പോലെ ഇരിക്കുന്നത് എന്ത് സാധനമാണെന്ന് സുരഭി ചോദിക്കുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, അതെന്താ സുരഭിക്ക് അച്ചപ്പം എന്താണെന്ന് ഇതുവരെ അറിയില്ലേ? ഓ, അത് അച്ചപ്പമായിരുന്നോ? എന്റെ മോൾക്ക് ഞാൻ ഫുഡ് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഒരു ബോക്സ് തുറക്കുകയാണ് സുരഭി. അല്ല, ശ്യാമയും പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്? വാ, ഞാൻ ശ്യാമയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തരാം. തുടർന്ന് ശ്യാമയുടെ കൈ പിടിച്ച് തന്റെ അടുത്തേക്ക് നിർത്തിയിട്ട് സുരഭി പറയുകയാണ്, ബർഗർ, പിസ്സ, നൂഡിൽസ് എല്ലാം ഉണ്ട്, ശ്യാമയ്ക്ക് എന്താ വേണ്ടത്? തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, ഇരിക്കു ശ്യാമേ, കോസ്റ്റ്ലി ആയ ഫുഡേ ബേബിക്ക് എന്താണെങ്കിലും നല്ലതായിരിക്കും. ഞാൻ പിസ്സ കഴിക്കാൻ പോവുകയാ, ശ്യാമയ്ക്ക് എന്താ വേണ്ടതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യയെ നോക്കിയിട്ട് ദേവകി ഉണ്ടാക്കിയ അച്ചപ്പവും മുറുക്കുമായിട്ട് തന്റെ അടുത്തേക്ക് വരാൻ പറയുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ ഐശ്വര്യയോട് പറയുകയാണ്, ഐശ്വര്യയുടെ അമ്മ പണം കൊടുത്ത് വാങ്ങിയതാകും ഈ സാധനങ്ങളെല്ലാം. പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ ഈ പലഹാരങ്ങളെല്ലാം. ഇനി എത്ര ലക്ഷങ്ങൾ മുടക്കി ഏത് കടയിൽ നിന്നും ആഹാരം വാങ്ങിയാലും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ അത്രയും വിലയൊന്നും ഒന്നിനും ഉണ്ടാകില്ലെന്ന് ശ്യാമ പറയുന്നു. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ചേർത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്യാമേച്ചിയുടെ ഡയലോഗ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പു കൈ കൊട്ടുമ്പോ ദേവകി ശ്യാമയ്ക്ക് അച്ചപ്പം വാരി കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സുരഭിയും ഐശ്വര്യയും നാണം കെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുരഭി ഐശ്വര്യയും കൂടി മുറിയിലേക്ക് പോകുന്നതാണ്. മമ്മി, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആ ശ്യാമയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ പല വഴിയും നോക്കിയതാ, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനി നമ്മൾ രണ്ടുപേരും കൂടി വേണം അതിനൊരു തീർപ്പുണ്ടാക്കാൻ. ഇത് കേൾക്കുന്ന സുരഭി ചോദിക്കുകയാണ്, ഉടനെ വേണോ അതോ പതിയെ മതിയോ? ഉടനെ ഒന്നും വേണ്ട മമ്മി, എല്ലാവർക്കും സംശയം തോന്നും. മമ്മി ഒന്ന് പതിയെ സെറ്റിലാക്, എന്നിട്ടൊക്കെ മതി. എന്റെ മോൾക്കിപ്പോ എന്താ വേണ്ടതെന്ന് സുരഭി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, വസുന്ധരാമ്മയ്ക്കിപ്പോ എന്നെ തീരെ ഇഷ്ടമല്ല. എന്ത് കാര്യത്തിനും ആ ശ്യാമയെ മതി. മമ്മി അവരെ എന്താണെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം. ഐശ്വര്യ ആരാണെന്ന് ഈ വീട്ടിലുള്ളവരെല്ലാം ശരിക്കും അറിയണം. വാലിന് തീ പിടിച്ചതുപോലെ ഇവിടെയുള്ളവരെല്ലാം ഓടുന്നത് എനിക്ക് കാണണം. എന്റെ വിലയും നിലയും ഒക്കെ എന്താണെന്ന് മമ്മി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയുകയാണ് സുരഭി. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. ആ അക്കൗണ്ടന്റ് ചെന്ന് അഖിലിനോട് പറയുകയാണ്, അഖിൽ സാർ, ആദി സാർ വിളിക്കുന്നുണ്ട്, എന്തോ വലിയ ചൂടിലാന്നാ തോന്നുന്നത്. അങ്ങനെ അഖില് പോകുമ്പോൾ ആ അക്കൗണ്ടന്റ് പറയുകയാണെങ്കിലും ഐശ്വര്യ മേഡത്തിന്റെ പ്ലാൻ ഏറ്റിട്ടുണ്ട്, ഇപ്പൊ ഇയാൾക്ക് വയറ് നിറച്ച് കിട്ടും. പിന്നീട് കാണിക്കുന്നത് അഖില് ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്താ ആദ്യേട്ടാ പ്രശ്നമെന്ന് അഖില് ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, ഇതിനേക്കാളും ഭേദം നിനക്കെന്നെ കൊല്ലാമായിരുന്നില്ലേ? ആദ്യേട്ടന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ അഖില് പറയുന്നു. എന്നെ ഒരു വിഡ്ഢിയാക്കിയല്ലേ എന്നൊക്കെ ആദി ചോദിക്കുമ്പോൾ സ്റ്റാഫുകളെല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ട് അഖില് പറയുകയാണ്, ആദ്യേട്ടാ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ പൊന്നനിയൻ എന്നെ ചതിച്ച കഥ എല്ലാവരും അറിയട്ടെ. എന്ത് ചതി? ഞാൻ ആദ്യേട്ടനെ എങ്ങനെ ചതിക്കാനാണെന്നൊക്കെ അഖില് ചോദിക്കുന്നു. ഞാൻ ആ കമ്പനിയുമായിട്ട് സൈൻ ചെയ്ത 20 കോടിയുടെ ഡീല് നീ ക്യാൻസൽ ചെയ്തില്ലേ? നീ അത് മനഃപൂർവ്വമല്ലേ ചെയ്തത്? ആദ്യേട്ടൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് അഖില് ചോദിക്കുമ്പോൾ അക്കൗണ്ടന്റ് പറയുകയാണ്, സാർ, അഖിൽ സാറിന്റെ മെയിൽ ഐ ഡിന്നാ ക്യാൻസലിന്റെ എഗ്രിമെന്റ് പോയിരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ അഖില് പറയുമ്പോൾ ആദി വീണ്ടും അഖിലിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നാലും നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചില്ല. ആദ്യം മുതലേ ഈ MD സ്ഥാനം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോ നീയൊക്കെ കൂടി എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചു. എനിക്കെന്താണെങ്കിലും ഈ സ്ഥാനം വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവിടുന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്.
വസുന്ധരയും വർമ്മയും കൂടി ഒരു ഫംഗ്ഷന് പോകാൻ ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ആദ്യം അങ്ങോട്ടേക്ക് വരുമ്പോ എന്താ മോനെ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധരയും വർമ്മയും ചെല്ലുമ്പോ അവർക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ആദി. തുടർന്ന് അഖിലും അങ്ങോട്ടേക്ക് വരുമ്പോ ആദി പറയുകയാണ്, എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. എന്താ ആദി, എന്താ പ്രശ്നമെന്ന് വർമ്മ ചോദിക്കുമ്പോ അഖിൽ പറയുകയാണ്, അതച്ചാ ആദ്യേട്ടൻ സൈൻ ചെയ്തിരുന്ന 20 കോടിയുടെ കോൺട്രാക്ട് ക്യാൻസൽ ആയി പോയി. സ്റ്റാഫുകളുടെയൊക്കെ മുമ്പിൽ എന്നെ നാണം കെടുത്താനായി ഇവൻ മനഃപൂർവ്വം അത് ക്യാൻസൽ ചെയ്തതാ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോ ഐശ്വര്യയും സുരഭിയും ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. തുടർന്ന് എല്ലാവരും പറയുകയാണ്, എന്താണെങ്കിലും അഖിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന്. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ആദി ആനന്ദ നിലയത്തിൽ നിന്നും ഇറങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.